മുഖത്തെ ടാനൊക്കെ മാറിയിട്ട് നല്ലോണം നമ്മുടെ കളറ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്, ടാനൊക്കെ പോയിട്ട് നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ഷെയ്ഡുണ്ടല്ലോ അത് കൊണ്ടുവരാൻ പറ്റുന്നൊരു ഫേസ് പാക്കായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ശരിക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ. ഇതൊരു ആയുർവേദ ഫേസ് പാക്കാണ്, ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം വെൽക്കം ടു മൈ ചാനൽ ദ ബ്യൂട്ടി ബീസ്റ്റ് ആർദ്ര. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ് കണ്ടോ, അത് നന്നായിട്ട് ടാൻ അടിച്ചിട്ട് ഞാൻ പനിയൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് ക്ഷീണിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യണം. ഈ ക്ലെൻസിങ്ങിന് ഫേസ് വാഷിന് പകരം നിങ്ങൾ കടലമാവ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഞാൻ കടലമാവാണ് ഉപയോഗിച്ചത് കേട്ടോ. കുറച്ച് വെള്ളം പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് മുഖത്തിട്ടിട്ട് നന്നായിട്ട് മുഖത്തെ ഡേർട്ടൊക്കെ ഒന്ന് കളയണം. ഞാനിപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ച് ഡേർട്ടൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു ഫേസിൽ കണ്ടോ. അപ്പോൾ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഫേസ് വാഷ് ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ നമുക്കൊന്ന് സ്റ്റീം ചെയ്യണം. ഒരു സ്റ്റീമറോ ഇതേപോലത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ആവി കൊണ്ടിട്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്കിന് വേണ്ടത് ഞാൻ ഉപയോഗിക്കുന്നത് ഞവര അരി അല്ലെങ്കിൽ നവര അരി എന്ന് പറയും കേട്ടോ. ഇത് എല്ലാ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്, പൗഡറാക്കി എടുക്കുന്നുണ്ട്. അത് 2 ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പ്യൂർ കൗ മിൽക്ക്, അതായത് നമ്മൾ പാക്കറ്റ് പാലല്ല കേട്ടോ, നമ്മൾ നല്ല ശുദ്ധമായ പശുവിൻ പാൽ കിട്ടുന്നുണ്ടെങ്കിൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് എടുക്കുക. കോക്കനട്ട് മിൽക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതും നന്നായിട്ട് പ്യുവറായിട്ടുള്ള അതിൻ്റെ പൗഡറൊന്നും എടുക്കരുത് കേട്ടോ. മിൽക്ക് തന്നെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൽ ഒഴിക്കുക. അത് ഞാൻ ഈ ഒരു അളവിന് എടുക്കും, ഒരു 1/4 കപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഈ ഒരു നവര അരി അല്ലെങ്കിൽ ഞവര അരി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ഇത് കഴിക്കാനും പറയാറുണ്ട്, ഇതിൻ്റെ കിഴി വയ്ക്കാറുണ്ട്, അതേപോലെ തന്നെ ഫേസ് പാക്കായിട്ട് അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. സ്കിന്നിന് നല്ല ഒരുപാട് ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. സ്കിൻ കളർ വയ്ക്കാനും ടാൻ മാറാനൊക്കെ നല്ല ഒരുപാട് ഫേസ് പാക്കിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു നവര അരി എന്ന് പറയുന്നത്. പിന്നെ പശുവും പാൽ പറയണം, ഓൾറെഡി അതിൽ ഒരു ക്ലെൻസിങ് ഏജൻ്റാണ്. അതുപോലെ സ്കിന്ന് കളർ വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറി ടാൻ മാറാനും കളറൊക്കെ വയ്ക്കാൻ നല്ലതാണ്. ചെറിയ പിള്ളേർക്ക് വരെ നമുക്ക് ഈ പാക്ക് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. നവര അരിയുടെ ഈ ഒരു പാക്ക് ബോഡി സ്ക്രബായിട്ടും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത് ഈ ഒരു പരുവത്തിൽ കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ആകുമ്പോൾ ഇച്ചിരിയും കൂടെ പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. പിന്നെ ആ ഒരു ചൂടോട് തന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പ്യുവറായിട്ടുള്ള മഞ്ഞളാണ്, കുറച്ച് 1/4 ടീസ്പൂൺ. അത് നന്നായിട്ട് ഇളക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്കിതൊന്ന് തണിഞ്ഞിട്ടാണ് മുഖത്ത് തേക്കുന്നതിന് മുമ്പാണ് ഒന്ന് തണിയണം കേട്ടോ. അപ്പോഴാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ഇടേണ്ടത്. ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. അത് മുഴുവനും കാണണം, എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കുക. ഇതേപോലത്തെ വേറെ കുറേ പാക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ കുറച്ച് പ്യൂർ ഹണിയും കൂടെ ഞാനത് തണിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് തേനായാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിത് മുഖത്തും കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല തിക്കായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്ത് ശരിക്കും നമ്മുടെ കുറേ ഉണ്ടാവും കേട്ടോ ക്വാണ്ടിറ്റി. ഇത് നമുക്ക് കയ്യിലും കഴുത്തിലും ശരീരത്തിൽ ഏത് പാർട്ടിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ട് ഇത് ആഴ്ചയിൽ ഒരു 2-3 തവണ ഉപയോഗിച്ചോട്ടോ, നല്ല റിസൾട്ട് കിട്ടും. ഒരു സ്ക്രബായിട്ടും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, നല്ല റിസൾട്ടാണ്. ശരിക്കും ഒരു ഷെയ്ഡ് നന്നായിട്ട് ടാൻ മാറി. കാരണം ഞാൻ ഒന്നാമത് പനിയൊക്കെ പിടിച്ച് നല്ല ടയർഡായിട്ട് എൻ്റെ ഫേസ് ഇരിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നല്ല രീതിയിലൊരു ആഴ്ചയിൽ 2-3 തവണ ഉപയോഗിച്ചാൽ നല്ലോണം റിസൾട്ട് കിട്ടും. നവര അരി റൈസ് അല്ലെങ്കിലും റൈസ് ഫ്ലോർ നമുക്ക് നല്ലതാണ്. നോർമൽ റൈസ് ഫ്ലോറിനേക്കാളും ഈ ഒരു നവര അരി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് തരും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ.